ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യമാണ്. 10 കുഷ്ഠരോഗികൾ നിലവിളിച്ച് സൗഖ്യപ്പെടുത്തണമേ എന്ന് യേശുവിനോട് യാചിക്കുന്നതാണ്. അവർ പോകുമ്പോൾ സൗഖ്യപ്പെട്ടു. പക്ഷേ സൗഖ്യപ്പെട്ടവരിൽ ഒരാൾ മാത്രമേ ദൈവത്തിനെ സ്തുതിക്കാൻ തിരിച്ചു വന്നുള്ളൂ, അതും ഒരു വിജാതീയൻ. യേശു അവനോട് ചോദിക്കുന്നുണ്ട്, സൗഖ്യപ്പെട്ട ബാക്കി 9 പേരും എവിടെ? പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമുക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നതിന് നന്ദി പറയാതെ ദൈവത്തിലേക്ക് തിരിച്ചു വരാത്ത ആ 9 കുഷ്ഠരോഗികളെ പോലെയാണ്. പള്ളിയിൽ വരുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, പള്ളിയിലെ മറ്റു കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുന്നു. ഇവിടെ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത്, ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനാണ്. ഞാൻ പുറമെ എന്താണ് എന്ന് എൻ്റെ കൂടെയുള്ളവർ മനസ്സിലാക്കും, പക്ഷേ എൻ്റെ ഉള്ള് എന്താണെന്ന് എൻ്റെ ദൈവത്തിന് മാത്രമേ വ്യക്തമായി അറിയത്തുള്ളൂ. എൻ്റെ ഉള്ളിലെ വിശ്വാസമില്ലായ്മയും അഭിനയിച്ച് കുഷ്ഠം പേറുന്നവനാണോ എന്ന് സ്വയം വിലയിരുത്താം. അതിലുപരി ദൈവം നമുക്ക് നൽകുന്ന അനവധിയായ കൃപകൾക്ക് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കാൻ ഈ നോമ്പുകാലം ഇടയാകട്ടെ. ആമീൻ.